Learner Vision Pharmacology Malayalam, Pharmacokinetics Part 14, Clearance. കഴിഞ്ഞ വീഡിയോയിൽ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് KE എന്താണെന്ന് നമ്മൾ കണ്ടു. യൂണിറ്റ് ടൈമിൽ എലിമിനേറ്റ് ചെയ്യുന്ന ഡ്രഗിന്റെ ഫ്രാക്ഷൻ. പക്ഷേ KEയിൽ നിന്നും എലിമിനേഷന്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ പറ്റില്ല. അതെന്താ? കാരണം KE ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വോള്യം കണക്കിലെടുക്കുന്നില്ല. വോള്യത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ബോഡി 100 ml ഉള്ള ഒരു ടബ് ആണെന്ന് വിചാരിക്കുക. ഇതിനെ 100 ഈക്വൽ സ്ക്വയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ സ്ക്വയറും 1 ml ആയിരിക്കും. ഇതിലേക്ക് 100 mg ഡ്രഗ് ആഡ് ചെയ്യാം. അപ്പോൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അമൗണ്ട് ബൈ വോള്യം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 100 mg ബൈ 100 ml ഈക്വൽ ടു 1 mg/ml. ഓരോ സ്ക്വയറും 1 ml ആയതുകൊണ്ട് ഓരോന്നിലും 1 mg ഡ്രഗ് ഉണ്ടാവും. ഈ ടബിലേക്ക് ഒരു എലിമിനേറ്റർ ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബോഡിയുടെ എലിമിനേഷൻ ഓർഗൻസ്, അതായത് ലിവറിനെയും കിഡ്നിയുമാണ് സൂചിപ്പിക്കുന്നത്. ബോഡിയിൽ എലിമിനേഷൻ നടക്കുന്നത് സാധാരണയായി ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് വഴിയാണെന്ന് നമുക്കറിയാം. അതായത് ഡ്രഗിന്റെ ഒരു കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ ആണ് എലിമിനേറ്റഡ് ആകുന്നത്. ഇവിടെ ഈ ഫ്രാക്ഷൻ 5% പെർ മിനിറ്റ് ആണെന്ന് വിചാരിക്കാം. അതായത് എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് KE 0.05 പെർ മിനിറ്റ് ആണ്. ആദ്യത്തെ മിനിറ്റിൽ 100 mg-ന്റെ 5%, അതായത് 5 mg എലിമിനേറ്റഡ് ആകും. ഇവിടെ 1 mg ഉള്ളത് 1 സ്ക്വയറിലാണ്. അപ്പോൾ 5 mg ഉള്ളത് 5/1 അഥവാ 5 സ്ക്വയർസിലാണ്. അങ്ങനെയാണെങ്കിൽ 5 mg എലിമിനേറ്റഡ് ആകുമ്പോൾ 5 സ്ക്വയർസിൽ നിന്ന് ഡ്രഗ് റിമൂവ് ആകുന്നു എന്ന് കണക്കാക്കാം. വേറൊരു തലത്തിൽ പറഞ്ഞാൽ 5 mg എലിമിനേറ്റ് ചെയ്യുമ്പോൾ 5 ml ഉള്ള ഡ്രഗ് കംപ്ലീറ്റ് ആയി ക്ലിയർ ആയി എന്ന് കണക്കാക്കാം. 5 mg എലിമിനേറ്റഡ് ആയതോടെ 95 mg ഡ്രഗ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഓരോ ml-ലും 0.95 mg ഡ്രഗ് ആണുള്ളത്. രണ്ടാമത്തെ മിനിറ്റിൽ 95 mg-ന്റെ 5%, അതായത് 4.75 mg എലിമിനേറ്റഡ് ആകും. ഇപ്പോൾ ഇവിടെ ഒരു സ്ക്വയറിൽ 0.95 mg ഡ്രഗ് ആണുള്ളത്. അപ്പോൾ 4.75 mg ഉള്ളത് 4.75 ഡിവൈഡഡ് ബൈ 0.95, അതായത് 5 സ്ക്വയർസിലാണ്. അപ്പോൾ 4.75 mg എലിമിനേറ്റഡ് ആകുമ്പോൾ ഡ്രഗ് കംപ്ലീറ്റ് ആയി ക്ലിയർഡ് ആകുന്നത് വീണ്ടും 5 ml വാട്ടറിൽ നിന്നാണെന്ന് കണക്കാക്കാം. ഈ വോള്യത്തിന് യൂണിറ്റ് ടൈമിൽ ഡ്രഗ് കംപ്ലീറ്റ്ലി ക്ലിയർഡ് ആകുന്ന സൊല്യൂഷന്റെ വോള്യത്തിനെ ക്ലിയറൻസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ക്ലിയറൻസിന്റെ യൂണിറ്റ് ml/minute ആണ്. ഓരോ മിനിറ്റിലുമുള്ള ക്ലിയറൻസ് കണക്കാക്കാൻ നമ്മൾ അമൗണ്ട് എലിമിനേറ്റഡിനെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. ഓരോ മിനിറ്റിലും എലിമിനേറ്റഡ് ആകുന്ന അമൗണ്ട് ആണ് റേറ്റ് ഓഫ് എലിമിനേഷൻ. അതായത് നമ്മൾ ക്ലിയറൻസ് കാൽക്കുലേറ്റ് ചെയ്തത് റേറ്റ് ഓഫ് എലിമിനേഷനെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് മിനിറ്റിൽ 5 mg/minute ഡിവൈഡഡ് ബൈ 1 mg/ml ഈക്വൽസ് 5 ml/minute ആയി. സെക്കൻഡ് മിനിറ്റിൽ 4.75 mg/minute ഡിവൈഡഡ് ബൈ 0.95 mg/ml വീണ്ടും 5 ml/minute തന്നെയായി. ഈ കാൽക്കുലേഷൻ തന്നെയാണ് നമ്മൾ നേരത്തെ ഫസ്റ്റും സെക്കൻഡും മിനിറ്റുകളിൽ ചെയ്തത്. ഇനി തുടർന്ന് ടബിലുള്ള ഡ്രഗിന്റെ ക്ലിയറൻസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഇതാണ് നമുക്ക് കിട്ടുക. ഇവിടെ ക്ലിയറൻസ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ ഒരു പ്രത്യേകതയാണ്. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ റേറ്റ് ഓഫ് എലിമിനേഷൻ പ്രൊപ്പോർഷണലായി കുറയുന്നു എന്ന പ്രത്യേകത. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ റേറ്റ് ഓഫ് എലിമിനേഷൻ പ്ലാസ്മ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആണ്. ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ റേറ്റ് ഓഫ് എലിമിനേഷൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ എന്നാകും. റീഅറേഞ്ച് ചെയ്താൽ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ക്ലിയറൻസ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ക്ലിയറൻസ് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. റേറ്റ് ഓഫ് എലിമിനേഷനെയും കോൺസെൻട്രേഷനെയും റിലേറ്റ് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ക്ലിയറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈ ഇക്വേഷൻ മറന്നുപോയാൽ എളുപ്പത്തിൽ ഡിറൈവ് ചെയ്യാം. നമുക്കറിയാം വോളിയം ഇസ് ഈക്വൽ ടു അമൗണ്ട് ബൈ കോൺസെൻട്രേഷൻ ആണെന്ന്. അതുകൊണ്ട് വോളിയം ക്ലിയർഡ് പെർ മിനിറ്റ് ഇസ് ഈക്വൽ ടു അമൗണ്ട് എലിമിനേറ്റഡ് പെർ മിനിറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ. വോളിയം ക്ലിയർഡ് പെർ മിനിറ്റ് ക്ലിയറൻസ് ആണ്. അമൗണ്ട് എലിമിനേറ്റഡ് പെർ മിനിറ്റ് റേറ്റ് ഓഫ് എലിമിനേഷനുമാണ്. അങ്ങനെ ക്ലിയറൻസ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് എലിമിനേഷൻ ബൈ കോൺസെൻട്രേഷൻ എന്ന് കിട്ടും. ഇനി നമുക്ക് ടബിലേക്ക് തിരിച്ചു വരാം. 100 ml പകരം
200 ml ഉള്ള ഒരു ടബിലാണ് ഇതേ 100 milligrams ഡ്രഗ് ഉള്ളത് എന്ന് വിചാരിക്കാം. ഇവിടെ കോൺസെൻട്രേഷൻ 100 milligrams by 200 ml, അതായത് 0.5 milligram per ml മാത്രമേ ഉള്ളൂ. നമുക്ക് വീണ്ടും ടബിനെ 1 ml സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 200 സ്ക്വയേഴ്സും അതിൽ ഓരോന്നിലും 0.5 milligram ഡ്രഗും ഉണ്ട്. എലിമിനേറ്റർ ബോക്സ് മുമ്പിലത്തെ പോലെ തന്നെ കോൺസ്റ്റന്റ് ഫ്രാക്ഷനായ 5% ആണ് ഒരു മിനിറ്റിൽ എലിമിനേറ്റ് ചെയ്യുന്നത് എന്ന് കരുതുക. അതായത് എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് കെ വീണ്ടും 0.05 പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് മിനിറ്റിൽ 100 മില്ലിഗ്രാംസിന്റെ 5%, അതായത് 5 മില്ലിഗ്രാംസ് എലിമിനേറ്റഡ് ആകും. പക്ഷേ ഇപ്പോൾ ഓരോ സ്ക്വയറിലും 0.5 മില്ലിഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഈ 5 മില്ലിഗ്രാം ഉള്ളത് 5/0.5, അതായത് 10 സ്ക്വയർസിലാണ്. അപ്പോൾ 5 മില്ലിഗ്രാംസ് എലിമിനേറ്റഡ് ആകുമ്പോൾ 10 സ്ക്വയർസ് അഥവാ 10 ml വാട്ടറിൽ നിന്നും ഡ്രഗ് കംപ്ലീറ്റ് ആയി ക്ലിയർഡ് ആകുന്നു എന്ന് നമ്മൾ കണക്കാക്കണം. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലിയറൻസ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് എലിമിനേഷൻ ബൈ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു 5 milligrams per minute ഡിവൈഡഡ് ബൈ 0.5 milligram per ml ഇസ് ഈക്വൽ ടു 10 ml per minute എന്ന് കാണാം. അപ്പോൾ വാട്ടറിൻ്റെ വോളിയം 100 ml ആയിരുന്നപ്പോൾ 5 മില്ലിഗ്രാംസ് എലിമിനേറ്റ് ചെയ്യാൻ ഒരു മിനിറ്റിൽ 5 ml ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ വാട്ടറിൻ്റെ വോളിയം ഡബിൾ ചെയ്തപ്പോൾ അതേ 5 മില്ലിഗ്രാംസ് എലിമിനേറ്റ് ചെയ്യാൻ 10 ml ക്ലിയർ ചെയ്യേണ്ടി വന്നു. രണ്ടിടത്തും എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് സെയിം ആയിരുന്നിട്ട് പോലും രണ്ടാമത്തെ സെനാറിയോയിൽ എലിമിനേറ്റർ ബോക്സ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കെ ഇ എലിമിനേറ്റ് ചെയ്യുന്ന ഫ്രാക്ഷനെ സൂചിപ്പിക്കുമ്പോൾ ക്ലിയറൻസ് വോളിയം കൂടെ കണക്കിലെടുത്ത് എലിമിനേഷന്റെ എഫിഷ്യൻസിയെ പറ്റി കൂടുതൽ വ്യക്തമായ ഒരു അസസ്മെന്റ് തരുന്നു. ക്ലിയറൻസ് എങ്ങനെയാണ് കെയും വോളിയവും കണക്കിലെടുക്കുന്നതെന്ന് നമുക്ക് നേരത്തെ കണ്ട കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാം. നമുക്കറിയാം റേറ്റ് ഓഫ് എലിമിനേഷൻ ഇസ് ഈക്വൽ ടു ക്ലിയറൻസ് ഇൻറ്റു കോൺസെൻട്രേഷൻ സി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് റേറ്റ് ഓഫ് എലിമിനേഷൻ ഇസ് ഈക്വൽ ടു കെ ഇ ഇൻറ്റു വി ഇൻറ്റു സി. അപ്പോൾ ക്ലിയറൻസ് ഇൻറ്റു സി ഇസ് ഈക്വൽ ടു കെ ഇ ഇൻറ്റു വി ഇൻറ്റു സി. രണ്ട് സൈഡുകളും സി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ക്ലിയറൻസ് ഇസ് ഈക്വൽ ടു കെ ഇ ഇൻറ്റു വി. ഇത് കണ്ടാൽ ക്ലിയറൻസ് എങ്ങനെയാണ് കെയും വോളിയും കണക്കിൽ എടുക്കുന്നതെന്ന് ഓർക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. റേറ്റ് ഓഫ് എലിമിനേഷൻ ഇസ് ഈക്വൽ ടു ക്ലിയറൻസ് ഇൻറ്റു കോൺസെൻട്രേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു പ്ലാസ്മ കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റിൽ CSSൽ മെയിൻറ്റെയിൻ ചെയ്യാനായി ഡോസിംഗ് റേറ്റും റേറ്റ് ഓഫ് എലിമിനേഷനും ഈക്വൽ ആയാൽ മതി എന്ന്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് എലിമിനേഷനെ ഡോസിംഗ് റേറ്റ് കൊണ്ടും പ്ലാസ്മ കോൺസെൻട്രേഷനെ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ CSS കൊണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഡോസിംഗ് റേറ്റ് ഇസ് ഈക്വൽ ടു ക്ലിയറൻസ് ഇൻറ്റു CSS. അതായത് സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ഡോസ് അഥവാ മെയിൻ്റനൻസ് ഡോസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡ്രഗിൻ്റെ ക്ലിയറൻസിനെ ആണ്. നമ്മൾ ഇതുവരെ കണ്ട ക്ലിയറൻസിൻ്റെ പല ആസ്പെക്ട്സും പ്രധാനപ്പെട്ട ഇക്വേഷൻസും ലിസ്റ്റ് ചെയ്യാം. ഇവിടെ റേറ്റ് ഓഫ് എലിമിനേഷൻ, കെ ഇ, ക്ലിയറൻസ്, സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ, ഡോസിംഗ് റേറ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വോളിയം വിയിൽ ഫോക്കസ് ചെയ്യാം. തുടക്കത്തിൽ നമ്മൾ ബോഡിയെ 100 ml ഉള്ള ഒരു ടബ് ആയിട്ടാണ് കണക്കാക്കിയത്. ഡ്രഗ് ഈ 100 ml ആണ് ഡിസ്പേഴ്സ് ചെയ്തത്. ഇവിടെ ടോട്ടൽ വോളിയവും ഡ്രഗ് ഡിസ്പേഴ്സ് ചെയ്ത വോളിയവും സെയിം ആയിരുന്നു. ഒരു കൺഫ്യൂഷനുമില്ല, വി 100 ml ആയിരുന്നു. പക്ഷേ ബോഡിയിൽ നമുക്കറിയാം ഡ്രഗ്സ് എല്ലാ ടിഷ്യൂസിലേക്കും ഈക്വൽ ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ബോഡി വോളിയവും ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വോളിയവും സെയിം ആയിരിക്കില്ല. അപ്പോൾ ശരിക്കും എന്താണ് ഒരു ഡ്രഗിൻ്റെ വി അല്ലെങ്കിൽ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ VD? ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ കുറച്ച് ഗുഡ് ടു നോ ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ സമ്മറി.